കൊല്ലം ഇടവിളക്കൽ ഗ്രാമപഞ്ചായത്ത് കോമ്പൗണ്ടിനുള്ളിൽ രാത്രിയിൽ അതിക്രമിച്ചു കടന്ന ഓഫീസിനോട് ചേർന്നുള്ള ഭാഗത്ത് സൂക്ഷിച്ചിരുന്ന കസേരകളും ഫാനുകളും ഉൾപ്പെടെ കത്തിച്ച കേസിലെ പ്രതിയെ അഞ്ചൽ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇടവിളക്കൽ സ്വദേശി 45 വയസ്സുകാരൻ സുനിലിനെയാണ് പോലീസ് പിടികൂടിയത്. പഞ്ചായത്ത് അധികൃതരുടെ പരാതിയിലാണ് നടപടി. ഇടമുളയ്ക്കൽ സ്വദേശി സുനിൽ രാത്രിയിൽ പഞ്ചായത്ത് ഓഫീസിന്റെ മതിൽ ചാടിക്കടന്ന് പരാക്രമം കാണിക്കുന്നത് പതിവാണ്. രാത്രികാലങ്ങളിൽ പലപ്പോഴും പഞ്ചായത്തിന്റെ 2ാം നിലയിലാണ് ഇയാളുടെ അനധികൃത താമസം. പകൽ സമയങ്ങളിലും പഞ്ചായത്തിലെത്തുന്ന നാട്ടുകാരെയും ഉദ്യോഗസ്ഥരെയും ഇയാൾ അസഭ്യം പറയുകയും ശല്യപ്പെടുത്തുകയും ചെയ്തിരുന്നു എന്ന പരാതിയുമുണ്ട്. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ സ്ഥലത്തെ പ്രധാന പൊതുശല്യം. അധികൃതർ പലതവണ സുനിലിനോട് പഞ്ചായത്ത് ഓഫീസ് വിട്ട് പുറത്തുപോകാൻ പറഞ്ഞിരുന്നുവെങ്കിലും രാത്രിയിൽ ഇയാൾ ആരുമറിയാതെ വീണ്ടും മതിൽ ചാടിക്കടന്ന് പഞ്ചായത്തിലെത്തും. പഞ്ചായത്തിൽ അങ്ങനെ താമസം സ്ഥിരമാക്കി. പിന്നാലെ ഗതികെട്ട് പഞ്ചായത്ത് അധികൃതർ ശാസന നൽകി രാത്രി താമസം നിർത്തിച്ചു. ഇതിന്റെ വൈരാഗ്യത്തിലാണ് കഴിഞ്ഞ ദിവസം രാത്രി 15ഓളം കസേരകളും പെഡസ്റ്റൽ ഫാനും പഞ്ചായത്ത് ഓഫീസിലേക്കുള്ള ഇന്റർനെറ്റ് കണക്ഷനും വൈദ്യുതി ബന്ധവും ഉൾപ്പെടെ കത്തിച്ച് ചാമ്പലാക്കിയത്. പഞ്ചായത്ത് അടച്ചുപോയതിനു ശേഷം അതിനകത്ത് കയറുകയും ജീവനക്കാർ രാവിലെ എത്തിച്ചേരുമ്പോൾ തന്നെ അവരെ അസഭ്യങ്ങൾ പറയുകയും പഞ്ചായത്തിൽ വരുന്ന ആളുകളെ ഒക്കെ ചീത്ത വിളിക്കുന്ന ഒരു സ്വഭാവക്കാരനായ ആളാണ്. ഈ ആളിനെ അവിടെ നിന്ന് പൂർണ്ണമായി മാറ്റി പഞ്ചായത്ത് സുരക്ഷിതമാക്കി കൊണ്ടുപോകുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കണം. തീ പടർന്നു പിടിച്ചതിനെ തുടർന്ന് നാട്ടുകാർ ഓടിയെത്തി തീയണച്ചു. അഞ്ചൽ പോലീസ് സംഭവസ്ഥലത്തുനിന്ന് സുനിലിനെ കസ്റ്റഡിയിലെടുത്തു. പഞ്ചായത്ത് അധികൃതരുടെ പരാതിയിൽ സുനിലിനെതിരെ പൊതുമുതൽ നശിപ്പിക്കൽ, ഇലക്ട്രിസിറ്റി ആക്ട് ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തത്. 24 കൊല്ലം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.